Dear students, welcome back to another section. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ 2 ക്ലാസ് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നാമത്തെ ക്ലാസ്സിൽ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നും അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നൊക്കെ പഠിച്ചായിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലേ. ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ 2 കോംപ്ലക്സ് നമ്പർ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും, എങ്ങനെ ആഡ് ചെയ്യും, എങ്ങനെ ഡിവൈഡ് ചെയ്യും, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ലാസ്റ്റും കൂടിയുണ്ട് ഇത് വെച്ച് പഠിക്കാനുള്ള. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പഠിച്ചായിരുന്നു, എന്താണ് പവർ ഓഫ് ഐ എന്നുള്ളത് അല്ലേ. ഐയുടെ വാല്യൂ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു √-1 ആണ്. ഐ ഈസ് ഈക്വൽ ടു √-1 ആണ്. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? -1 ആണ്. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 ആണ്. ഐ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്? -i ആണ്. i⁴ ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഈ 4 വാല്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതുവരെ പഠിച്ച ഈ കാര്യങ്ങളുടെയൊക്കെ വെച്ച് കുറച്ച് ലാസും തിയറംസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമ്മ്യൂട്ടേറ്റീവ് ലാ, അസോസിയേറ്റീവ് ലാ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ 10ാം ക്ലാസ്സിൽ? കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താണതെന്ന് വ്യക്തമായിട്ട് പഠിക്കാം. അസോസിയേറ്റീവ് ലാ, ആദ്യം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലാ എന്തെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ ഹെഡിങ് കമ്മ്യൂട്ടേറ്റീവ് ലാ. ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നവരെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എന്താണിതെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മലയാളം മീഡിയം സ്റ്റുഡൻസ് സ്പെല്ലിംഗ് ഒക്കെ നോക്കി എഴുതിക്കൊള്ളണം. മലയാളം മീഡിയം സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു എല്ലാ വേർഡ്സും, ഇംഗ്ലീഷിലുള്ള ഈ എല്ലാ വേർഡ്സും, മാത്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വേർഡ്സും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഈ വേർഡ്സൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ. ഇതൊക്കെ ഒന്നും എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എളുപ്പമാകും. എല്ലാ വർഷവും മലയാളം മീഡിയത്തിലുള്ള ഒരുപാട് കുട്ടികൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവരതിനുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അവർക്കും നല്ല ഈസി ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്ങും ഒക്കെ നോക്കി അതൊക്കെ ഒന്ന് നല്ലപോലെ പഠിച്ചൊക്കെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലാ. ഈ കമ്മ്യൂട്ടേറ്റീവ് ലായിൽ പറയുന്നത് ഞാൻ ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 5+7 എത്ര കിട്ടും? 5+7 12 എന്ന് കിട്ടും അല്ലേ. 5 + 7 = 12. 7 + 5 എത്ര? 12 തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 5+7 = 7 + 5 അല്ലേ. അതായത് ജനറൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ a + b = b + a. അതായത് a + b = b + a. തിരിച്ചും മറിച്ചും ഇട്ട് കൂട്ടിയാലും നമുക്ക് സെയിം തന്നെ ആൻസർ കിട്ടും. ഈ സംഗതിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലാ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്സിലെ ഓപ്പറേഷൻസ് എടുക്കുന്ന നേരത്ത് കമ്മ്യൂട്ടേറ്റീവ് ലാ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കോംപ്ലക്സ് നമ്പറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? z എന്താണ്? a+ib ഫോമിലാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? കോംപ്ലക്സ് നമ്പർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ ഈ കമ്മ്യൂട്ടേറ്റീവ് ലാ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? z1 + z2 = z2 + z1 ആവുമെങ്കിൽ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. എന്താണ്? z1 + z2 = z2 + z1 ആണെങ്കിൽ എന്തെന്ന് പറയാം? അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. z1 = 1 + 2i, z2 = 3 + 4i. z1 = 1 + 2i, z2 = 3 + 4i. z1 + z2 ചെയ്താൽ എന്ത് കിട്ടും? 3 + 1 എത്ര? 4. 4 + 2 എത്ര? 6i. തിരിച്ച് ചെയ്താലും ഇതല്ലേ കിട്ടുന്നത്? ഇത് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാമെന്ത്? അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് പറയാം. സബ്ട്രാക്ഷൻ്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കുമോ? അല്ല. എന്താണ്? 6 - 4 = എത്രയാണ്? 2 ആണ്. 4 - 6 = -2 ആണ്. 2 ഡിഫറൻ്റ് അല്ലേ കിട്ടിയേക്കുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ലാ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇനി ചോദിക്കട്ടെ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് എന്തെന്ന് പറയാം? z1 × z2 = എങ്ങനെ വരണം? z2 ×
Z1 എന്ന് വരണം. അങ്ങനെ വരത്തില്ലേടേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരും അല്ലേ. 4 × 6 = 24. അതുപോലെ തന്നെയാണ് 6 × 4 കിട്ടുന്നത്. അത് തന്നെയായിരിക്കും എന്ത് കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിൽ അല്ലേ. അപ്പോൾ Z1 × Z2 Z2 × Z1 ആയിരിക്കും. ഡിവിഷൻ്റെ കേസ് നോക്കടേ. Z1/Z2 = Z2/Z1 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ടും എഴുതാൻ പറ്റത്തില്ല അല്ലേ. 1/2 = 2/1 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ ഉണ്ട്? കമ്മ്യൂട്ടേറ്റീവ് ലാ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലാ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലാ നമ്മൾ ഇനി ഈ വർഷവും അടുത്ത വർഷമൊക്കെ ഒരുപാട് സ്ഥലത്ത് കമ്മ്യൂട്ടേറ്റീവ് ലാ ചെക്ക് ചെയ്ത് നോക്കും, പല സ്ഥലത്തായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ ഡൗട്ട് വരത്തുള്ളൂ അല്ലേ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി, ഈ ഒരു എക്സാമ്പിൾ മാത്രം. അപ്പോൾ അവിടെ നിന്ന് കിട്ടും കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണെന്ന്. അല്ലാതെ കാണാതെ പഠിച്ചൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാതെ നമുക്ക് അടുത്ത ഒരു ലാ ഉണ്ട്, അസോസിയേറ്റീവ് ലാ. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ, അസോസിയേറ്റീവ് ലാ. അസോസിയേറ്റീവ് ലാ. അസോസിയേറ്റീവ് ലാ. അസോസിയേറ്റീവ് ലാ എന്താണെന്ന് നോക്കിക്കോളാം കേട്ടോ. അസോസിയേറ്റീവ് ലാ എപ്പോഴും പറയുന്നത് 3 നമ്പേഴ്സിൻ്റെ കാര്യത്തിലാണ്. 3 നമ്പേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഞാനിവിടെ കമ്മ്യൂട്ടേറ്റീവ് ലാ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ സാധാരണ നമ്പേഴ്സിൻ്റെ കേസിൽ അസോസിയേറ്റീവ് ലാ ആദ്യം എന്താണെന്ന് പറയാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഞാനിവിടെ 3 നമ്പർ ആഡ് ചെയ്യുകയാണ്. 5 + 2 + 3. 5 + 2 + 3. 5 + 2 എത്രയുടെ? 7. 7 + 3 എത്ര? 10. ഒന്നും കൂടെ ചെയ്യാം. 5 + 2 + 3 = 2 + 3 എത്രയുടെ? 5. 5 + 5 എത്രയുടെ? 10. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം ചെയ്തതിൽ ഞാൻ ആദ്യത്തെ 2 എണ്ണം ആദ്യം ആഡ് ചെയ്തു. ആദ്യം കിട്ടുന്ന 2 എണ്ണം ആദ്യം ആഡ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ 3ാമത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന ആൻസർ കിട്ടി. ഇവിടെ എന്താണ് ചെയ്തത്? അവസാനം കിടന്ന 2 എണ്ണം ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ ആദ്യത്തെ ആഡ് ചെയ്തപ്പോഴും 10 എന്ന ആഡ് കിട്ടി. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെന്ന് പറയാം? അത് അസോസിയേറ്റീവ് ലാ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിലോട്ട് പോകാം. എന്തെങ്കിലും എഴുതാം? Z1 + Z2 അതിൻ്റെ കൂടെ Z3 ആഡ് ചെയ്യുന്നതും, Z1ഉം Z2ഉം ആഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ കൂടെ Z3 ആഡ് ചെയ്യുന്നതും, തിരിച്ച് Z1 + Z2 + Z3. Z2ഉം Z3യും ആഡ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ Z1 ആഡ് ചെയ്യുന്നതും എല്ലാം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, Z1ഉം Z3യും ആഡ് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ Z2 ആഡ് ചെയ്താലും സെയിം വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ അസോസിയേറ്റീവ് ലാ എന്താണെന്ന് മനസ്സിലായ? അസോസിയേറ്റീവ് ലാ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ കൂടെ 3ാമത്തെ ആഡ് ചെയ്യുന്നതും അവസാനത്തെ 2 എണ്ണത്തിൻ്റെ കൂടെ ആദ്യത്തെ ആഡ് ചെയ്യുന്നതും എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് അസോസിയേറ്റീവ് ലാ പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. Z1 × Z2 × Z3 = Z1 × Z2 × Z3. ആദ്യത്തെ 2 എണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനോടുകൂടി 3ാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും, 2ാമത്തെയും 3ാമത്തെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം അതിനോടുകൂടി ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇതാണ് എന്ത്? അസോസിയേറ്റീവ് ലാ. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? അസോസിയേറ്റീവ് ലാ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണെന്ന് പഠിച്ചു, അസോസിയേറ്റീവ് ലാ എന്താണെന്ന് പഠിച്ചു. ഈ ലാസ് എല്ലാ നമ്പേഴ്സിൻ്റെ കേസിലും ലായിൻ്റെ പേരും അത് ചെയ്യുന്ന പ്രൊസീജിയറും എല്ലാം സെയിം ആയിരിക്കും. അതിൽ വരുന്ന നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാ എന്താണെന്ന് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ലാ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Z1 = 3 + 2i, Z2 = 5 - 3i, Z3 = 8 +
2y. ഇതായിരിക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. എന്നിട്ട് അവർ പറയും ചെക്ക് അസോസിയേറ്റീവില. ഇത്രയേ ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ. 3 കോംപ്ലക്സ് നമ്പർ തന്നിരിക്കും. എന്നിട്ട് അവർ പറയുകയാണ് ചെക്ക് അസോസിയേറ്റീവില. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്തറിയണം? അസോസിയേറ്റീവില എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമല്ലേ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് അറിയണമെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അസോസിയേറ്റീവില എന്താണെന്ന് അറിയണം. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയണം, ഡിവിഷൻ്റെ കാര്യത്തിൽ എന്താണ്, അഡീഷൻ്റെ കാര്യത്തിലും എന്താണെന്ന് അറിയണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിലായാലും അഡീഷൻ്റെ കാര്യത്തിലായാലും. ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അഡീഷനിൽ വെറുതെ അങ്ങ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? അഡീഷനിൽ ചെക്ക് ചെയ്യുന്നതല്ലേ എളുപ്പം. മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് നല്ലത് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയാവും അല്ലേടേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതിക്കോ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് കേട്ടുണ്ടാടെ? 10ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് കേട്ടുണ്ടായിരിക്കും അല്ലേ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് വേറൊരു സംഗതിയുണ്ട്. ഇത് ഐഡൻറ്റിറ്റി എന്ന് കേട്ടുണ്ടോ? ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. അഡിറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഇങ്ങനെ സെപ്പറേറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയൊക്കെ. ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 5 എന്നുള്ള ഒരു നമ്പർ ഇവിടെ എഴുതി. എല്ലാം ഞാൻ ഇതിനകത്ത് നമ്പർ വെച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 5 എന്നുള്ള കോംപ്ലക്സ് നമ്പറാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കിലും ഇതിനകത്ത് നമ്പർ വെച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പറിലോട്ട് പോവാം. അതായിരിക്കും ഒത്തുകൂടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. 5 എന്നുള്ള ഒരു നമ്പർ 5ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 5 എന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ, 5ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 5 എന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഈ നമ്പറിനെ എന്തെന്ന് പറയാം? 5ൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. 5ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് ആൻസർ 5 കിട്ടുന്നത്? ഏതാണ്? 0. 5ൻ്റെ കൂടെ 0 ആഡ് ചെയ്താലല്ലേ 5 കിട്ടത്തുള്ളൂ. 0 ഈസ് ആൾസോ എ നമ്പർ അല്ലേ? അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണ്ട് 0. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയി. അടുത്ത മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 5ൻ്റെ കൂടെ ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 5 എന്ന് തന്നെ ആൻസർ കിട്ടി. ഏത് നമ്പർ ആയിരിക്കും അവിടെ? ഏത് നമ്പർ ആയിരിക്കും 5ൻ്റെ കൂടെ? 1 എന്നുള്ള നമ്പറല്ലേ? അപ്പോൾ 1ന് എന്തെന്ന് പറയാം? 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഇനി അടുത്ത ഒന്നും കൂടെ ഉണ്ട്, ഇൻവേഴ്സ്. 5 എന്നുള്ള നമ്പർ തന്നെ എടുക്കാം. 5ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 1 എന്നുള്ള ആൻസർ കിട്ടി. 5ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 1 എന്നുള്ള ആൻസർ കിട്ടി. ഏത് നമ്പർ ആയിരിക്കും ഇവിടെ 5ൻ്റെ കൂടെ? 1/5 ആയിരിക്കും അല്ലേ? 1/5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 1/5നെ എന്തെന്ന് പറയാം? ഇൻവേഴ്സ് ഓഫ് 5 എന്ന് പറയാം അല്ലേ? ഇൻവേഴ്സ് ഓഫ് 5 എന്ന് പറയാം. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായി, ഇൻവേഴ്സ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇനി നമുക്കിത് കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പറിൻ്റെ കാര്യത്തിൽ എക്സാമ്പിൾ വെച്ച് പറയാം. Z is equal to 3 + 2y. Z is equal to 3 + 2y. ഇതിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതായിരിക്കും ഇവിടെ? Z പ്ലസ് ഏതോ ഒരു വാല്യൂ ഈക്വൽ ടു Z അല്ലേ? Z എന്താണ്? 3 + 2i ആണ്. Z 3 + 2i പ്ലസ് ഏതോ ഒരു വാല്യൂ ഈക്വൽ ടു 3 + 2i. അതായത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 3ൻ്റെ കൂടെ ഇതിൻ്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യുന്നു, 2ൻ്റെ കൂടെ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുന്നു. 3ക്ക് ഇവിടെ ഒരു മാറ്റമില്ല, അപ്പോൾ 0 ആയിരിക്കും വന്നിട്ടുള്ളത്. ഇമാജിനറിക്ക് വല്ല മാറ്റം ഉണ്ടോ? അവിടെയും 0 ആയിരിക്കും. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം 0 + 0i ആയിരിക്കും അല്ലേ? 0 + 0i ആയിരിക്കും എന്ത്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അഡിറ്റീവ് ഐഡൻറ്റിറ്റി. സംശയം ഉണ്ടോ ഈ പറഞ്ഞതിൽ? അടുത്ത മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്തായിരിക്കും ഇവിടെ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന ഹെഡിങ് എഴുതുക. എന്താണ്? ഫസ്റ്റ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് ഹെഡിങ് എഴുതുക. ഇത്രയും എഴുതിയെടുക്കുക. ഓക്കെ, ഹിയർ 0 +
അവസാനം എഴുതുക. ഹിയർ 0+0i ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. 0+0i അഡിഷൻ്റെ കേസിൽ എല്ലാ നമ്പേഴ്സിനും അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0+0i തന്നെ ആയിരിക്കും. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി? ഞാൻ നമ്പറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഏതായിരുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആയിരുന്നു അല്ലേ? അതായത് ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതേ നമ്പർ തന്നെ കിട്ടണം. Z = 3+2i ആണ്. Z ഇൻറ്റു ഏതോ ഒരു നമ്പർ = Z എന്ന് തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ Z എന്താണ്? 3+2i ആണ്. 3+2i ഇൻറ്റു ഏതോ ഒരു നമ്പർ = 3+2i എന്ന് എഴുതണം. ഏതൊരു നമ്പറിനെയും ഏതോ ഒരു മറ്റൊരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അത് തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് ആകെ ഉള്ളത് 1 ആണല്ലേ? 1 ആണ്. അപ്പോൾ 1 ആയിരിക്കും ഇവിടെ ഇതിൻ്റെ എന്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1+0i കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിൽ 1+0i എന്ന് എഴുതാം, അല്ലെങ്കിൽ 1+i0 എന്ന് എഴുതാം. അങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണ്? 1+i0 ആയിരിക്കും എന്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്തായിരിക്കും? 1+i0 ആയിരിക്കും. അടുത്ത എന്താണടെ നമ്മളവിടെ പറഞ്ഞത്? ഇൻവേഴ്സ് അല്ലേ? ഇൻവേഴ്സ് ആണ് അടുത്ത് നമ്മൾ പറഞ്ഞത്. ഇൻവേഴ്സ് Z എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതിൻ്റെ കൂടെ വേറെ ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൻസർ 1 എന്ന് കിട്ടണം അല്ലേ? ആൻസർ 1 എന്ന് കിട്ടണം അല്ലേ? അതാണ് ഏതായിരിക്കും ഇവിടെ? 1/z ആയിരിക്കില്ലേ? എന്നാലേ Z ക്യാൻസൽ ആയി പോയിട്ട് അവസാനം 1 എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ Z എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ Z = a+ib ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും ഇവിടെ? ഇൻവേഴ്സ് എന്തായിരിക്കും? Z ഇൻവേഴ്സ് = 1/z ആയിരിക്കും. 1/z ആയിരിക്കും. 1/z എന്ത് വരും? a+ib എന്ന് വരും. 1/a+ib. നമുക്ക് ഇങ്ങനെ ഇട്ടിരുന്ന a+ib ഫോമിൽ പറയാൻ പറ്റുമോ? അതായത് ഒരു നോർമൽ ഫോമിൽ പറയാൻ പറ്റുമോ? അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യണം. നമ്മൾ ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ എന്ത് മാറ്റും? ഇമാജിനറി പാർട്ടിൻ്റെ സൈഡ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 1/a+ib ഇൻറ്റു a-ib ഡിവൈഡഡ് ബൈ a-ib. ഇങ്ങനെ നമ്മൾ ചെയ്യും അല്ലേടെ? ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും മുകളിൽ? a-ib ഡിവൈഡഡ് ബൈ a² + b² എന്നാവും അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ചെയ്തതാണ് അല്ലേ? 1/a+ib ഇൻറ്റു a-ib ഡിവൈഡഡ് ബൈ a-ib. അപ്പോൾ എന്ത് വരും? a-ib ഡിവൈഡഡ് ബൈ a² + b². അപ്പോൾ തന്നെ എങ്ങനെ a+ib ഫോമിലാക്കാം? a/a² + b² മൈനസ് i ഇൻറ്റു b/a² + b² എന്നാക്കാം. അപ്പോൾ ഇസഡിൻ്റെ ഇൻവേഴ്സ് a+ibയുടെ ഇൻവേഴ്സ് ഏതാണ്ട് a/a² + b² മൈനസ് i ഇൻറ്റു b/a² + b² ആയിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ്. പറഞ്ഞ മനസ്സിലായാടെ? ഇതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പഠിച്ചു, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പഠിച്ചു, ഇപ്പോൾ ഇൻവേഴ്സും പഠിച്ചു. അപ്പോൾ ഒരു നമ്പർ തന്നു z = 3+2i എന്നുള്ള നമ്പർ. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് z. എങ്ങനെ ചെയ്യൂടെ? ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് z 1/ ചെയ്താൽ പോരെ? നമുക്ക് ഫൈനൽ ആൻസർ എന്തെന്ന് കിട്ടും? ഇൻവേഴ്സ് = എയുടെ സ്ഥാനത്ത് എന്താണ്? 3/3² + 2² മൈനസ് 2i ഇൻറ്റു 2/3² + 2². ഇതാ ഇവിടെ കിടക്കണം. 3 എയുടെ സ്ഥാനത്ത് 3 ആണ്, ബിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 3/3² + 2² മൈനസ് i ഇൻറ്റു
ബിൻ്റെ സ്ഥാനത്ത് 2 ആണ്. ബി ബൈ 3² പ്ലസ് 2² എന്ത് വരും? 3/3² എത്രയാണ്? 9. 2² എത്രയാണ്? 4. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 എന്ന് വരും. 3/13 മൈനസ് ഐ ഇൻറ്റു 2/13 എന്നായി അല്ലേ? 3/13 മൈനസ് ഐ ഇൻറ്റു 2/13 എന്നായി അല്ലേ? നിങ്ങൾ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിച്ച് വെക്കേണ്ട 1/z ഫോമിൽ അങ്ങ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് നിങ്ങൾ ഡയറക്റ്റ് എഴുതണ്ട, 1/z ഫോമിൽ ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, 1/z ഫോമിൽ ചെയ്ത് കണ്ടുപിടിക്കുക. പറഞ്ഞ് മനസ്സിലായടെ? ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ കൂടെ എഴുതുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ കൂടെ എഴുതി വരിക. ഒരു പ്രാവശ്യം കാണുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്കിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതൊരു വലിയ ഉപയോഗമാണ് അല്ലേ? അപ്പോൾ ഇൻവേഴ്സായി, അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയി. ഇനി നമ്മൾ ഐഡൻറ്റിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റീസ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. a+b² ഇതൊരു ഐഡൻറ്റിറ്റി അല്ലേടെ? എന്താണ്? a² പ്ലസ് 2ab പ്ലസ് b² ആണ് അല്ലേ? a² പ്ലസ് 2ab പ്ലസ് b². ഇതുപോലത്തെ ഐഡൻറ്റിറ്റീസ് എന്തിനും ഉണ്ട്? കോംപ്ലക്സ് നമ്പറിനും ഉണ്ട്. എന്തായിരിക്കും? ഒന്നാമത്തത് z1 പ്ലസ് z2² ഇത് നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുപോലെ തന്നെ വരും. എന്ത് വരും? z1² പ്ലസ് 2 ഇൻറ്റു z1 ഇൻറ്റു z2 പ്ലസ് z2². അടുത്ത എന്താണ്? രണ്ടാമത്തത് z1 മൈനസ് z2 z1 മൈനസ് z2 എന്ത് വരോടെ? z1² മൈനസ് 2 ഇൻറ്റു z1 z2 പ്ലസ് z2². ഇവിടെ എന്താണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്? a-b² ആണ് അല്ലേ? a² മൈനസ് 2ab പ്ലസ് b². ഇതല്ലേടെ? അടുത്ത് നമുക്കൊന്ന് അറിയാം. a+b ഇൻറ്റു a മൈനസ് ബി എന്താണടെ? a² മൈനസ് b² ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏതായിരിക്കും? z+1 ഇൻറ്റു z1 പ്ലസ് z2 ഇൻറ്റു z1 മൈനസ് z2 എന്ത് വരുമായിരിക്കും ഇവിടെ? a+b ഇൻറ്റു a മൈനസ് ബി, a² മൈനസ് b² ആണ്. അതുപോലെ z1 പ്ലസ് z2 ഇൻറ്റു z1 മൈനസ് z2 z1² മൈനസ് z2² എന്ന് വരും അല്ലേ? z1² മൈനസ് z2² എന്ന് വരും അല്ലേ? മൂന്നാമത്തെ ഐഡൻറ്റിറ്റി. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഈ ഫോമിൽ നമ്മൾ പഠിച്ചതാണ്. അത് വെച്ച് തന്നെ z1ഉം z2ഉം വെച്ചങ്ങ് ആലോചിച്ച് നോക്കിയാൽ മതിയാവും അല്ലേ? അടുത്ത നാലാമത്തത് z1 പ്ലസ് z2 ദ ഹോൾ ക്യൂബ്. z1 പ്ലസ് z2 ദ ഹോൾ. ഇത് ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും നമുക്ക് പഠിക്കാം. a+b ദ ഹോൾ ക്യൂബ് എന്താണടെ? a³ പ്ലസ് 3a²b പ്ലസ് 3ab² പ്ലസ് b³ a³ പ്ലസ് 3a²b പ്ലസ് 3ab² പ്ലസ് b³. അതുപോലെ ഇവിടെ എന്ത് വരും? ആദ്യം a³ അപ്പോൾ എന്താണ്? z1³ പിന്നെ 3a²b അപ്പോൾ 3 ഇൻറ്റു z1² ഇൻറ്റു z2 പ്ലസ് 3 ഇൻറ്റു z1 ഇൻറ്റു z2² പ്ലസ് z3 അല്ലല്ലോ, z2³ എന്ന് വരും. z2³ എന്ന് വരും. a+b ദ ഹോൾ ക്യൂബ് എന്താണോ അതുപോലെ തന്നെയാണ് അതിന് പകരം z1ഉം z2ഉം വന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ 4 ഐഡൻറ്റിറ്റീസ്. ഇനി z1 മൈനസ് z2 ഉണ്ട്, അത് നമുക്ക് അതുകൂടെ എഴുതി തരാം. z1 മൈനസ് z1 മൈനസ് z2 ദ ഹോൾ ക്യൂബ് എന്തായിരിക്കും ഇവിടെ? z1 മൈനസ് z2 ഹോൾ ക്യൂബ്. ഇതേ ഇക്വേഷൻ തന്നെയാണ്. z1³
ഇവിടെ 3z1 സ്ക്വയർ z2, ഇവിടെയും 3z1 z2 സ്ക്വയർ, ഇവിടെ z2 ക്യൂബ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസും വരുന്നേ ഉള്ളൂ. ആദ്യത്തേൽ പ്ലസ്, രണ്ടാമത്തെ മൈനസ്, മൂന്നാമത്തെ പ്ലസ്, അടുത്ത മൈനസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ്, ആദ്യം പ്ലസ് നിന്ന് തുടങ്ങും, പിന്നെ മൈനസ് പ്ലസ് മൈനസ്. ഇതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ച് വെച്ചിട്ട് ഈ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ഉള്ളത് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ 5 ഐഡൻറ്റിറ്റീസ് ഇതും കൂടി വ്യക്തമായി പഠിച്ച് വെച്ചേക്കണം. ഓക്കെ അല്ലേടെ, ഇതും കൂടി വ്യക്തമായി പഠിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എഴുതിയെടുത്തോളണം. എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ a+ib ഫോം. എന്താണ് എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ a+ib ഫോം? ഇവിടെ തന്നിരിക്കുന്നതിനെ a+ib ഫോമിലാക്കി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 5 + √2i ഡിവൈഡഡ് ബൈ 1 - √2i എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് ഏത് ഫോം ആക്കണം? a+ib, അതായത് സെപ്പറേറ്റ് ആയിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആക്കി എഴുതണം അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 5 - 3i ദ ഹോൾ ക്യൂബ്. ഇതിൽ സെപ്പറേറ്റ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇപ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഒരു ക്യൂബും കൂടെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്യൂബ് അപ്ലൈ ചെയ്തതിന് ശേഷം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആക്കി പറയണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യനിൽ 5 + √2i ഡിവൈഡഡ് ബൈ 1 - √2i ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിനോമിനേറ്ററിൽ ഇമാജിനറി പാർട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ സൈൻ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് 5 + √2i ഇൻറ്റു ഇതിൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യും? ഇതിൻ്റെ സൈൻ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യും. 1 + √2i ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 - √2i ഇൻറ്റു 1 + √2i. ഇങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലേ. അതായത് ഈ ഡിനോമിനേറ്ററിൻ്റെ സൈൻ മാറ്റി മൾട്ടിപ്ലൈ. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു? ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ മാറി ഒരു റിയൽ നമ്പറായിട്ട് വരാനായിട്ട് അല്ലേ. ഇവിടെ റിയൽ നമ്പർ വന്നാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പോരെ. എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും? ആദ്യം 5 × 1 5 × 1 5. അടുത്ത എന്താണ്? 5 കൊണ്ട് 1 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 5 കൊണ്ട് √2i മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? +5 √2i എന്നായി. +5 √2i. അപ്പോൾ 5 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി √2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? √2i × 1. അപ്പോൾ എന്ത് വന്നടേ? √2i എന്ന് തന്നെ വന്നു അല്ലേ. √2i എന്ന് തന്നെ വന്നു. ഇനി √2i × √2i. √2 കൂടെ ചേരുമ്പോൾ എന്തായി? 2 എന്നായി അല്ലേ. √2 × √2 സ്ക്വയർ എന്നായി. അപ്പോൾ എന്തെന്ന് വന്നു? 2 എന്ന് വന്നു അല്ലേ. i × i എന്തായി? i സ്ക്വയറായി. i × i സ്ക്വയറായി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? a + b × a - b അല്ലേ. അപ്പോൾ a സ്ക്വയർ - b സ്ക്വയർ അല്ലേ. എൻ്റെ സ്ഥാനത്ത് എത്ര? 1 സ്ക്വയർ മൈനസ് √2i ദ ഹോൾ സ്ക്വയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇവിടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളണം. 1 സ്ക്വയർ മൈനസ് i × √2 ഹോൾ സ്ക്വയർ എന്നാവും അല്ലേ. അപ്പോൾ എന്ത് വരും? i സ്ക്വയർ × √2 സ്ക്വയർ എന്നായി. അപ്പോൾ i സ്ക്വയർ × 2 എന്നായി. i സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? മൈനസ്. ഈ മൈനസ് വെച്ചിരുന്നു ഇവിടെ പ്ലസ് ആവത്തില്ലേ? ബാക്കി അത് നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഇന്ന തൊട്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം എഴുതിയാൽ മതി അല്ലേ. എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 - √2i × 1 + √2i എന്ത് വരും? 1 സ്ക്വയർ + √2 സ്ക്വയർ എന്ന് ഡയറക്റ്റ് എഴുതിയാൽ പോരെ. എഴുതിയാൽ മതി. ഇനി തൊട്ട് അങ്ങനെ ചെയ്താൽ മതി. കാര്യം നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെ വന്നു എന്നുള്ളത്. പിന്നെ എന്ത് വരും? ഈക്വൽ ടു 5 + 5 √2i + 2 √2i അല്ലേ. അപ്പോൾ എന്ത് വരും? 5 + 2 എന്താണ്? 5 + 2 അല്ലല്ലോ, 5 √2 + √2. അപ്പോൾ എത്ര വരും ഇവിടെ? 6 √2i - 2 എന്ന് വരും. i സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. ഡിവൈഡഡ് ബൈ 1 + 2 എന്ന് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്ത് വരും? 5 ന്ന് 2 പോയി കഴിഞ്ഞാൽ 3 എന്ന് വന്നു. ഈ 5 നിന്ന് ഈ 2 കുറച്ചു. +6 √2i ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 3 എന്ന് വന്നു. ഇനി ഇതിനെന്ത് എഴുതാം? ഈക്വൽ ടു 3/3 + 6/3 √2i. അതായത് ഈ 3നെ 2ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നേ ഉള്ളൂ. അങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടാടെ? ഇല്ല.
കാരണം എന്താണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് തന്നെ വരത്തില്ലേ, വരും. ഈക്വൽ ടു 1 + 2√2i എന്നായി അല്ലേ. 1 + 2√2i എന്നായി. ആയില്ലേടെ, a+ib ഫോമിലായില്ലേ. 1 + 2√2i എന്നായി അല്ലേ. a+ib ഫോമിലായി. സംശയമുണ്ടാടെ ഈ പറഞ്ഞതിൽ? ഇതെന്തൊക്കെ ചെയ്തെന്ന് ഓർമ്മയുണ്ട്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തു തന്നെയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്നും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, 2 പ്രാവശ്യം എഴുതി പഠിക്കുകയും കൂടെ വേണം. എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. നോട്ട്ബുക്കിൽ നോക്കി എഴുതി പഠിക്കരുത് കേട്ടോ, സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. അതുപോലെ തന്നെ കാണാതെ പഠിച്ച് എഴുതാനും ശ്രമിക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ ഇടേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 5 + √3 ആയി. നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. 5 + എന്താണ്, 5 + 5 - 3i the whole cube. 5 - 3i the whole cube. എങ്ങനെ വരും അവിടെ? a - b the whole cube എന്ന് വരും അല്ലേ. a - b the whole cube എന്താണ്? a³ മൈനസ് ഇതിന് മുമ്പ് എഴുതിയതാണ് 3a² b + 3ab² - b³ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യാടെ. എയുടെ സ്ഥാനത്ത് എന്താണ് 5, അപ്പോൾ 5³ മൈനസ് 5³ മൈനസ് 3 × 3 ഇവിടെ ഉണ്ട്, 3 × a² b. എയുടെ സ്ഥാനത്ത് എന്താണ് 5², ബിൻ്റെ സ്ഥാനത്ത് എന്താണ് 3i അല്ലേ. ബിൻ്റെ സ്ഥാനത്ത് 3i പ്ലസ് എന്ത് വരും 3ab², 3 × എയുടെ സ്ഥാനത്ത് എന്താണ് 5, ബിൻ്റെ സ്ഥാനത്ത് എന്താണ് 3i the whole square, 3i² അല്ലേ. മൈനസ് എന്താണ് 3i³ എന്ന് വന്നു, മൈനസ് 3i³ ഈക്വൽ ടു എന്ത് വരും ഇവിടെ? 5³ എത്ര? 125 മൈനസ് 5ൻ്റെ സ്ക്വയർ 25, 25 × 3 75, 75 × 3 225 അല്ലേ. 225, 5ൻ്റെ സ്ക്വയർ 25, 25 × 3 75, 75 × 3 225 എന്തുണ്ട്? i കൂടി ഉണ്ട് അല്ലേ. പ്ലസ് 3i² എന്ന് വരും. അപ്പോൾ 3² i² എന്ന് വരും. അപ്പോൾ 3² എത്രയാണ്ട്? 9 ആണ്. 3² 9, 9 × എന്ത് വരും 5, 9 × 5 45, 45 × 3 എത്ര? 135 i² എന്ന് വന്നു അല്ലേ. വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതി കാണിക്കാം, 3 × 5 15, ഇവിടെ എന്ത് വരും? × 3² × i² എന്ന് വരും, മൈനസ് 3³ × i³ എന്നാവും. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി. അപ്പോൾ എന്ത് വന്നു? 125 മൈനസ് 225i പ്ലസ് 15 × 3² 3² എത്രയുടെ? 9, 15 × 9 എത്ര? 135 i² മൈനസ് 3³ എത്ര? 27, i³ വാല്യൂ എത്രയുണ്ട്? മൈനസ് i എന്നുള്ളതാണ് i³ വാല്യൂ. ഇവിടെ i² വാല്യൂ -1 എന്നിട്ടൂടെ, അതും കൂടി ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. i² വാല്യൂ -1 എന്നുള്ളത്, i² വാല്യൂ -1 എന്നുള്ളത്. അപ്പോൾ എന്ത് വന്നു? 125 മൈനസ് 225i മൈനസ് 135 മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും, പ്ലസ് 27i എന്നായി. സംശയമുണ്ടോ അവിടെ? 27i എന്നായി. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വന്നു? 125 നിന്ന് 135 കുറച്ച് കഴിഞ്ഞാൽ -10 വരും. മൈനസ് 225i ഇവിടെ 27i. അപ്പോൾ എത്ര വരും? -198i എന്ന് വന്നു, -198i എന്ന് വന്നു. ഇപ്പോൾ a+ib ഫോമായില്ലേ, a+ib ഫോമായില്ലേ. എങ്ങനെ ഒന്നുകൂടെ എഴുതാം? -10 പ്ലസ് i × -198 a+ib ഫോമായി. സംശയമുണ്ടോടെ ചെയ്തേൽ? ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച തന്നെ മൾട്ടിപ്ലിക്കേഷനും ആഡിഷനും ഒക്കെ മാത്രമേ വരുന്നുള്ളൂ. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ചങ്ങ് ഓപ്പൺ ചെയ്തുകൂടെ? അപ്പോൾ ഈ ഇക്വേഷനൊക്കെ കാണാതെ പഠിച്ച് വെക്കണം കേട്ടോ. ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചാപ്റ്റേഴ്സിൽ അത് വരും, അതെല്ലാം പഠിച്ച് വെക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് ക്ലാസ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് എന്തൊക്കെ പഠിക്കാം? മോഡുലസ്, കോഞ്ചുഗേറ്റ് ഒക്കെ പഠിക്കാം. ഇനി പുതിയ ടോപ്പിക്കിലോട്ട് പോവാം.
ഒരുപാട് ക്വസ്റ്റ്യൻസ് തരാം, ഹോംവർക്കായിട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.